ശ്യാമിലി, വലിയ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് പോലീസ്. പക്ഷേ അതെല്ലാം തകർന്ന് അല്ലെങ്കിൽ പരാജയപ്പെടുന്നതാണ് ഇപ്പോൾ കണ്ടത്. കാരണം സാധാരണഗതിയിൽ ഈ ജന്തർ മന്ദറിലൊക്കെ തന്നെ സമരം നടക്കുമ്പോൾ അതിലേക്കുള്ള പാർലമെന്റിലേക്കുള്ള വഴികളെല്ലാം തന്നെ അടയ്ക്കാറുണ്ട്. ഇന്നും സമാനമായ രീതിയിൽ കേരള ഹൗസിന് സമീപത്ത് വലിയ ബാരിക്കേഡുകൾ തീർത്തിരുന്നു. ഒപ്പം തന്നെ കേരള ഹൗസിന് സമീപമുള്ള സർക്കിളിലും വലിയ തോതിൽ ബാരിക്കേഡുകൾ ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനാണ്. അവിടെയും സമാനമായ രീതിയിൽ വലിയ ബന്ദോബസ്തൊക്കെ തന്നെ ഒരുക്കിയിരുന്നെങ്കിൽ പോലും സമരക്കാർ അതെല്ലാം മറികടന്നുകൊണ്ട് റാഫി മാർഗിലേക്ക്, പ്രത്യേകിച്ച് റാഫി മാർഗ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ് കഴിഞ്ഞാൽ പുതിയ പാർലമെന്റ് കെട്ടിടം തുടങ്ങുന്ന റാഫി മാർഗ് സർക്കിളിന് സമീപത്താണ്. അപ്പോൾ അവിടെ ഏതായാലും അത്തരത്തിൽ വലിയ തോതിൽ ആ പ്രധാന കവാടത്തിലേക്ക് പോലും പ്രവർത്തകർക്ക് എത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ നോക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. തുടർന്നാണ് പ്രവർത്തകരെയൊക്കെ തന്നെ പിരിച്ചുവിടാൻ ഇത്തരത്തിൽ കണ്ണീർ വാതകം അടക്കം പോലീസിന് പ്രയോഗിക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായത്. ഏതായാലും വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. കാരണം രാവിലെ ഒരു ലാത്തി ചാർജ് ഉണ്ടായതാണ്. അത് ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമമായിരുന്നെങ്കിൽ പിന്നീട് അവിടെ പോലീസ് നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കുന്നതാണ് കണ്ടത്. പക്ഷേ അങ്ങനെയല്ല സാഹചര്യം. പ്രവർത്തകരൊക്കെ തന്നെ പിന്നെയും സംഘടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് കണ്ടത്. മാത്രമല്ല, നേരത്തെ തന്നെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് ആണ് പാർലമെന്റിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന മെട്രോ സ്റ്റേഷൻ. അത് നേരത്തെ തന്നെ അടച്ചിരുന്നു. പക്ഷെ അപ്പോൾ എങ്ങനെ പ്രവർത്തകർ എത്തിയെന്ന് സ്വാഭാവികമായും പോലീസ് അടക്കം കേന്ദ്ര സർക്കാരിനോട് അല്ലെങ്കിൽ സർക്കാരിനോട് മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും വലിയ സംഘർഷത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുകയാണ്. പ്രത്യേകിച്ച് സുരക്ഷാ സേന ഇപ്പോൾ പാർലമെന്റിന്റെ നിയന്ത്രണമൊക്കെ ഏറ്റെടുക്കുന്നതും അവിടെ പ്രധാന കവാടത്തിലൊക്കെ തന്നെ സുരക്ഷാ സേന നിലയുറപ്പിക്കുന്നതൊക്കെ തന്നെ ദൃശ്യങ്ങളും പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ പ്രവർത്തകരെ ഒക്കെ തന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. പാർലമെന്റിന്റെ നിലവിൽ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ് എങ്കിൽ പറയുമ്പോൾ പോലും വലിയ തോതിൽ പ്രവർത്തകർ CJP സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആളുകൾ തൊട്ടപ്പുറത്തുള്ള ജന്തർ മന്ദറിലുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഇത്തരത്തിൽ സംഘർഷാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെ പറയാം. ഏതായാലും ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് വലിയ തോതിൽ പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പലരെയും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ശ്യാമിലി, രാകേഷാണ് അവിടെ നിന്നും നാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്.